ഇന്ന് നമ്മുടെ കാട്ടാക്കട ചിന്മയ വിദ്യാലയത്തിലെ ഓണാഘോഷമായിരുന്നു. അതിനുശേഷം നമ്മുടെ +1ന്റെയും +2ന്റെ ഒരു കിഡിലെ എൻട്രി ഉണ്ടായിരുന്നു. ചിന്മയ വിദ്യാലയ കാട്ടാക്കട കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നെയിം റിവീലിംഗ് ഇവന്റ് ആയിരുന്നു നടന്നിരുന്നത്. ക്ലാസ് വൈസ് എല്ലാ കുട്ടികളുടെയും ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഓണം എന്ന് പറയുമ്പോൾ സദ്യയാണല്ലോ മെയിൻ. അപ്പോൾ നമ്മൾ കുഞ്ഞു ബ്രേക്ക് കൊടുത്തിട്ട് സദ്യ കഴിക്കാൻ പോകും. ഹരിയോ, എൻ്റെ പേര് ജാനകി. ഇന്ന് നമ്മുടെ കാട്ടാക്കട ചിന്മയ വിദ്യാലയത്തിലെ ഓണാഘോഷമായിരുന്നു. ശരിക്കും എനിക്ക് ഈ വർഷം ഒരിക്കലും മറക്കാൻ പറ്റാത്ത, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഓണാഘോഷമായിരുന്നു. ഓണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ജാതി മത ഭേദമന്യേ എല്ലാ മലയാളികളും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. അപ്പോൾ ഇന്ന് ചിന്മയ വിദ്യാലയ കാട്ടാക്കടയിൽ ഒരുപാട് ഓണ പരിപാടികളും കളികളും ഒക്കെ നടന്നു. ശരിക്കും എൻജോയബിൾ ആയിരുന്നു ഈ വർഷത്തെ ഓണം. ആദ്യം തന്നെ നമ്മുടെ KG സെക്ഷനിലെ കുഞ്ഞു കുട്ടികളുടെ ഓണാഘോഷമായിരുന്നു. പ്രിൻസിപ്പൽ മാമിൻ്റെയും വൈസ് പ്രിൻസിപ്പൽ മാമിൻ്റെയും ഒക്കെ ഓണ സന്ദേശങ്ങളും ഉണ്ടായിരുന്നു. അതോടൊപ്പം കുഞ്ഞു മാവേലിയും കുഞ്ഞു വാമനും ഉണ്ടായിരുന്നു. അവരുടെ പാട്ടും കളിയും ചിരിയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ +1ന്റെയും +2ന്റെ ഒരു കിഡിലെ എൻട്രി ഉണ്ടായിരുന്നു. കഴിഞ്ഞുപോയ വർഷങ്ങളെക്കാളും ഏറ്റവും ഗംഭീരമായിരിക്കണം ഞങ്ങളുടെ എൻട്രി എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. ഞങ്ങൾ എന്ത് വിചാരിച്ചോ അതുപോലെ തന്നെ ഞങ്ങൾ നടത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഈ ഒരു വർഷവും അതേപോലെ നമ്മുടെ കിഡിലെ എൻട്രി ആയിരുന്നു. അതിനുശേഷം ചിന്മയ വിദ്യാലയ കാട്ടാക്കടയുടെ ഈ വർഷത്തെ ഓണാഘോഷത്തിന്റെ നെയിം റിവീലിംഗ് ആയിരുന്നു. നെയിം എന്താണെന്ന് അറിയണ്ടേ? വജ്രഹസ്ത. ചിന്മയ വിദ്യാലയ കാട്ടാക്കട കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നെയിം റിവീലിംഗ് ഇവന്റ് ആയിരുന്നു നടന്നിരുന്നത്. ചെണ്ടമേളവും കുട്ടികളുടെ ബഹളവും ഡാൻസും പാട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു ഇപ്രാവശ്യത്തെ നെയിം റിവീലിംഗ് സെറിമണി. നെയിം റിവീലിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ് വൈസ് എല്ലാ കുട്ടികളുടെയും ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും അടിച്ച് പൊളിച്ചിട്ട് തന്നെയാണ് അവർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയത്. ഞെട്ടിച്ചത് 9S ബോയ്സ് ആയിരുന്നു.
ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തിരുവാതിര കളിയായിട്ടാണ് അവർ വന്നത്. ആരും പെട്ടെന്നൊന്നും ബോയ്സിനെ കാണുമ്പോൾ ആരും തിരുവാതിരയാണെന്നൊന്നും പ്രതീക്ഷിക്കില്ലല്ലോ. പക്ഷേ തികച്ചും അൺഎക്സ്പെക്റ്റഡും പക്ഷേ ശരിക്കും തൂക്കിയ പരിപാടി അതായിരുന്നു. പാർവതി ഗിരീശ്വരന്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു. പാർവണേന്ദുമുഖി പാർവതി ഗിരീശ്വരന്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു. സദ്യയാണല്ലോ മെയിൻ. അപ്പോൾ നമ്മൾ കുഞ്ഞു ബ്രേക്ക് കൊടുത്തിട്ട് സദ്യ കഴിക്കാൻ പോയി. ചിന്മയുടെ ഓണം എന്ന് വിചാരിക്കണ്ട, ഇനി കാണാൻ പോകുന്നതാണ് പൂരം.